മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 236 എപ്പിസോഡിൽ കാലികാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ 6-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാലികാർബിൻ്റെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സാണ് കെൻ്റിയുടെ വിശദീകരിക്കുന്നത്. യൂറിനേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, കിഡ്നി, ബ്ലാഡർ, അങ്ങനെയുള്ള അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കേസ് ടേക്കിങ്ങിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ കെൻ്റി ഇവിടെ തരുന്നുണ്ട്. പർട്ടിക്കുലേഴ്സും ജനറൽസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതിന് ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യത്തിൻ്റെ ആ ഒരു അളവ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ, ഇതൊക്കെ ഈ കെൻ്റി ഭാഗത്ത് പറയുന്നുണ്ട്. അതേപോലെ നാട്രമ്യൂറുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, വിശേഷം യൂറിനേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ ഇവിടെ വരുന്നുണ്ട്. നമുക്കവ വിശദമായിട്ട് പരിശോധിക്കാം. ഒരു പേഷ്യനെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അബ്ഡമിനൽ മസിൽസ് പെയിൻഫുൾ ടച്ച്, സ്വെല്ലിംഗ് ഓഫ് ദ ഗ്ലാൻഡ്സ്. അടിവയറ്റിലെ പേശികൾ സ്പർശിക്കുമ്പോൾ വേദന, ഗ്രന്ഥികൾക്ക് വീക്കം. ഇൻ ദ അബ്ഡമൻ ഓൾസോ ഫോളോയിങ് ട്രബിൾസ് ഇൻ ദ ബവൽസ് ഓർ ഫോളോയിങ് പെരിറ്റോണൈറ്റിസ് we have effusion into the peritoneal sac, which is usually associated with dropsy of the extremities, but not always. കാലികാർബിൽ ഡ്രോപ്സി എന്നുള്ള വിഷയം നമ്മൾ നേരത്തെ കണ്ടു, വളരെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആ ഉദരത്തിനുള്ളിലെ ആ ഒരു പാക്കേജ്, ആ ഒരു ആന്തരാവയവങ്ങളെ കവർ ചെയ്തിരിക്കുന്ന പെരിറ്റോണിയൽ സാക്ക്, ആ കാവിറ്റി, അതിലുണ്ടാകുന്ന നീർക്കെട്ട്, ദ്രാവകം കെട്ടി നിൽക്കുന്നു. അത് സാധാരണയായി എക്സ്ട്രീമിറ്റീസിൻ്റെ, കൈകാലുകളിലെ നീർക്കെട്ടുമായിട്ട് സാധാരണഗതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബട്ട് നോട്ട് ഓൾവേസ്, പക്ഷേ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അടിവറായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളായിട്ട് ചേർന്നുകൊണ്ട് പെരിറ്റോണൈറ്റിസ്, ഉദര സ്ഥലത്തിൻ്റെ വീക്കം. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മെനി കംപ്ലൈൻറ്റ്സ് ഓഫ് ദ റെക്ടം ആൻഡ് ഏനസ് ആൻഡ് ഓഫ് ദ സ്റ്റൂൾ. It has most persistent and enormous hemorrhoidal tumors that burn, that are extremely sensitive to touch, that bleed copiously, that are extremely painful, making it impossible for him to sleep. Hemorrhoids. ഈ ആനസിലെ ഹെമറോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നം. അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഈ ഹെമറോയിഡ്സ് കിടക്കുമ്പോൾ കിടക്കയിലും കാലിലുമൊക്കെ സ്പർശിച്ച്, ഇവിടെ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടച്ച്, സ്പർശനത്തോട് അങ്ങേയറ്റം സംവേദനക്ഷമതയുണ്ട്, വളരെ വല്ലാതെ രക്തവാർച്ച ഉണ്ടാകുന്നുണ്ട്, എക്സ്ട്രീംലി പെയിൻഫുൾ, അങ്ങേയറ്റം വേദനാജനകമാണ്. ഹെമറോയിഡൽ ട്യൂമേഴ്സിൻ്റെ സ്വഭാവം പറയാണ് മോസ്റ്റ് പേഴ്സിസ്റ്റൻറ്റ് ആൻഡ് എനോർമസ്. സുസ്ഥിരമായിട്ട് നിൽക്കുന്ന, അയാൾ കുറേ അതിനെ മാറ്റാൻ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം, ഔഷധപ്രയോഗങ്ങൾ, ലേപനങ്ങൾ, സർജറിയൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് അങ്ങേയറ്റം പേഴ്സിസ്റ്റൻ്റാണ്, അത് നിലനിൽക്കുന്നു. എനോർമസ്, വളരെ വലുതുമാണ്. അതിന് കാലികാർബിൻ്റെതായിട്ടുള്ള ആ ഒരു ബേണിംഗ് എന്നുള്ള ആ ഒരു സ്വഭാവമുണ്ട്. ഹീസ് കമ്പൽഡ് ടു ലൈ അപ്പോൺ ദ ബാക്ക് ആൻഡ് ഹോൾഡ് ദ നീഡ്സ് അപ്പാർട്ട്. ഇത് കിടക്കുമ്പോൾ ഇത് മർദ്ദം, ഈ ഹെമറോയിഡ്സ് വരാതിരിക്കാൻ മറന്നു തന്നെ കിടക്കണം. ചന്തി അകന്നിരിക്കുന്ന തരത്തിൽ കാലുകൾ അകത്തി വെക്കണം. കാലുകൾ ചേർത്ത് വെച്ച് സാധാരണഗതിയിൽ കിടന്നുറങ്ങാൻ അയാൾക്ക് പറ്റില്ല. ബിക്കോസ് ദ പ്രഷർ ഈസ് വെരി പെയിൻഫുൾ ടു ദ എക്സ്റ്റേണൽ പൈൽസ്. പുറത്തു വന്ന ഈ ഹെമറോയിഡ്സിൽ ഉണ്ടാകുന്ന നേരിയ സമ്മർദ്ദം പോലും അങ്ങേയറ്റം വേദനാജനകമാണ്. ദ പൈൽസ് കനോട്ട് പുട്ട് ബാക്ക്, ദർ ഈസ് ഗ്രേറ്റ് ഡിസ്റ്റൻഷൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻസൈഡ്. ഇതിനെ കൈകൊണ്ട് തള്ളി അകത്തേക്ക് വെക്കാൻ പറ്റില്ല. സാധാരണ ചെയ്യുന്നൊരു പ്രക്രിയയാണ് കൈകൊണ്ട് തള്ളി അകത്തേക്ക് വെക്കുക. അത് പറ്റില്ല, അങ്ങനെ സാധ്യമല്ലത്. ഹെമറോയിഡ്സ് ദാറ്റ് കം ഔട്ട് ആഫ്റ്റർ സ്റ്റൂൾ ആൻഡ് ബ്ലീഡ് കോപ്പിയസ്ലി ആൻഡ് ആർ വെരി പെയിൻഫുൾ. അപ്പോൾ മലശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ഈ ഹെമറോയിഡ്, അത് വല്ലാതെ രക്തവാർച്ച ഉണ്ടാകുന്നു, വല്ലാതെ വേദനാജനകമാണ്. ദേ മസ്റ്റ് ബി പുഷ് ബാക്ക്, അതിനെ തിരികെ തള്ളി വെക്കണം. ആൻഡ് ലോങ് ആഫ്റ്റർ ഗോയിങ് ടു ബെഡ് ദേ ബേൺ ലൈക്ക് ഫയർ. പോയി കിടന്ന് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ തീ പൊള്ളുന്ന പോലുള്ള പൊള്ളൽ അതിലുണ്ടാകും. ദർ ഇസ് ഗ്രേറ്റ് അഗ്രവേഷൻ ഫ്രം സ്റ്റൂൾ വിച്ച് ഈസ് ഹാർഡ് ആൻഡ് നോട്ടി ആൻഡ് റിക്വയർസ് ഗ്രേറ്റ് സ്റ്റേണിംഗ് ടു എക്സ്പെൽ. അപ്പോൾ ഈ രണ്ടവസ്ഥയും ചേർന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥിതി വളരെ ഭയാനകമായിരിക്കും. വളരെ കട്ടിയുള്ള
കല്ലുകൾ കട്ടകൾ പോലുള്ള മലം അത് വല്ലാതെ ബലം പ്രയോഗിച്ചാലേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഹെമറോയിഡ്സും അത് പുറത്തു വരും. ഫിസ്റ്റുല ഓഫ് ദ ഈനസിന് ഫിസ്റ്റുലയുണ്ട്. ബേണിംഗ് ടെമ്പറലി റിലീവ്ഡ് ബൈ സിറ്റിംഗ് ഇൻ കോൾഡ് വാട്ടർ. ഈ പൊള്ളലിൻ്റെ ആധിക്യം കൊണ്ട് തണുത്ത വെള്ളത്തിൽ ഇരിക്കും. അതുകൊണ്ടാണെങ്കിൽ താൽക്കാലികമായ ശമനമേ കിട്ടുകയുള്ളൂ താനും. ഇറ്റ് ഹാസ് ക്രോണിക് ഡയറിയ ആൻഡ് ഓൾസോ ഡയറിയ ഓൾട്ടർനേറ്റിംഗ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ. പഴയ ഡയറിയ നമ്മൾ തുടക്കത്തിലേ കണ്ടു, അതിനാണ് കൂടുതൽ പ്രാമുഖ്യം. ഇവിടെ ഇറ്റാലിക്സിനാണ് കൊടുത്തിരിക്കുന്നത് ക്രോണിക് ഡയറിയ ആൻഡ് ഓൾസോ ഡയറിയ ഓൾട്ടർനേറ്റീവ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ. ഡയറിയയും കോൺസ്റ്റിപ്പേഷനും ഇടവിട്ട് മാറി മാറി വരുന്ന സ്ഥിതിയുണ്ട്. അടുത്ത വാചകത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം കെന്റ് തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. മെനി ടൈംസ് വെർ ദർ ആർ ന്യൂമറസ് പർട്ടിക്കുലേഴ്സ് വി ഹാവ് ടു റിലേ അപ്പോൺ ദ ജനറൽസ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റെമഡി. പർട്ടിക്കുലേഴ്സിൻ്റെ ആധിക്യം, പല പല അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുടെ ആധിക്യം ഉള്ളിടത്ത് പൊതു അവസ്ഥയെ രോഗിയുടെ ജനറൽസിനെ ആശ്രയിക്കണം. അത് പൊതു നിയമമാണ്, ഏത് കേസിലും അത് ആവശ്യമാണ്. പക്ഷേ സ്ട്രോങ് പർട്ടിക്കുലേഴ്സ് ഉള്ളപ്പോൾ അത്രയധികം പർട്ടിക്കുലേഴ്സ് ഇല്ല, നമുക്ക് കുറച്ച് പർട്ടിക്കുലേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അതിനെ കുറെ ആശ്രയിച്ചാലും ഏതാണ്ട് ടോട്ടാലിലേക്ക് എത്തിക്കാം, കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ. പക്ഷേ പർട്ടിക്കുലേഴ്സിന് ആധിക്യം വന്നാൽ എന്ത് ചെയ്യും? ഒരു ഉദാഹരണം എൻ്റെ പിതാവിനെ കുറിച്ച്. എൻ്റെ പിതാവിന് ഈ പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബാബുച്ചേട്ടൻ്റെ കൊണ്ടുപോയി, ബാബുച്ചേട്ടൻ കേസെടുത്ത് പിന്നീട് എന്നോട് പറയുന്നത് ഇതിനു മാത്രം ലക്ഷണങ്ങളുള്ള രോഗികൾ കുറവായിരിക്കും. അദ്ദേഹം ലൈക്കോപോഡിയം കേസായിരുന്നു, ലൈക്കോപോഡിയം കൊണ്ട് അത് ഹീലായി. പക്ഷേ ലക്ഷണങ്ങൾ ആധിക്യം. അപ്പോൾ ആ ആധിക്യത്തിൻ്റെ സമയത്ത് ജനറൽസ് മാത്രമേ, അപ്പോൾ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ജനറൽസ് അവിടെ ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ബാബുചേട്ടൻ ലൈക്കോപോഡിയം എൻ്റെ അപ്പന് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹീലിംഗ് കിട്ടുകയും ചെയ്തു. ഹോമിയോപ്പതിയുടെ പൊതു നിയമമാണ് പർട്ടിക്കുലേഴ്സിനെ ആശ്രയിച്ച് ചികിത്സയിൽ അധികം മുന്നോട്ട് പോകരുത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിലൊഴികെ ഒരിക്കലും അത് നമ്മളെ ഒരു സമ്പൂർണ്ണ രോഗശാന്തിയിലേക്ക് നയിക്കുകയില്ല. The text gives much less of diarrhea than he has developed by clinical uses. ഇതിൻ്റെ ടെക്സ്റ്റിൽ അധികം ഡയറിയൽ സിംറ്റംസ് ഇല്ല, പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ യൂസും ഡയറിയുടെ കാര്യത്തിൽ കാലികാർബിന് ഉണ്ട്. പ്രൊമിനൻ്റ്ലി ഡയറിയാണ് വരുന്നത്. ഡയറിയ പെയിൻലെസ് വിത്ത് റംബ്ലിംഗ് ഇൻ ദ അബ്ഡോമിൻ ആൻഡ് ബേണിംഗ് അറ്റ് സ്റ്റൂൾ ഓൺലി ബൈ ഡേ. അപ്പോൾ വേദനയില്ലാത്ത ഡയറിയ, വേദനയില്ല ഡയറിയുടെ കാര്യത്തിൽ. അടിവയറ്റിലിങ്ങനെ ഇറച്ചി കയറ്റം, റംബ്ലിങ്, മലം വരുമ്പോൾ പൊള്ളൽ, അത് പകൽ സമയം മാത്രം. ക്രോണിക് കേസസ് വിത്ത് പഫിനെസ് അണ്ടർ ദ ഐബ്രോസ്. അപ്പോൾ കൺപുരികത്തിന് കീഴെയുള്ള വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ കാലികാർബിനുള്ളതാണ്. ഈ ക്രോണിക് ഡയറിയുടെ കാര്യത്തിൽ കാലികാർബിനെ സൂചിപ്പിക്കുന്ന ശക്തമായ സൂചന ഈ ഒരു ലക്ഷണം കൂടി ചേർന്ന് വരിക എന്നുള്ളതാണ്. ഇറ്റ് ഗിവ്സ് ഫ്യൂ സിംറ്റംസ് ബട്ട് ഇറ്റ് ഈസ് എ ലാർജ് ആൻഡ് എക്സ്റ്റൻസീവ് റെമഡി ഇൻ ഡയറിയ ദാറ്റ് ആർ ക്രോണിക്. ഈ കാലികാർബ് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലക്ഷണങ്ങളെ കാണിക്കുന്നുള്ളൂ എങ്കിലും പുസ്തകങ്ങളിൽ, മെറ്റീരിയ മെഡിക്ക ഗ്രന്ഥങ്ങളിൽ കുറച്ച് ലക്ഷണങ്ങളെ കാണുന്നുള്ളൂ. ക്ലിനിക്കൽ യൂസിലാണ് കൂടുതൽ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ക്രോണിക് ആയിട്ടുള്ള ഡയറിയയിൽ വളരെ വലിയ വിപുലമായ ഉപയോഗം കാലികാർബിനുണ്ട്. ഇൻ ഓൾഡ് ബ്രോക്കൺ ഡൗൺ സബ്ജക്ട്സ്, ഇൻ വീക്ക്ലി പാലിഡ് സബ്ജക്ട്സ് വിത്ത് പുവർ ഡൈജഷൻ, വിത്ത് ഗ്രേറ്റ് ഫ്ലാറ്റുലൻസ്, വിത്ത് മച്ച് ഡിസ്റ്റൻഷൻ, വിത്ത് ഡിസോർഡേർഡ് ലിവർ. അപ്പോൾ എന്താണ് ആ ഒരു സാഹചര്യം പറയുകയാണ്? പഴകിയ, ആകെ തളർന്ന് പലവിധ രോഗാവസ്ഥകളാലും ശോഷിച്ച് വല്ലാതെ ജീവശക്തി ക്ഷയിച്ച രോഗികളിൽ, ക്ഷീണിച്ച് വിളറിയിരിക്കുന്ന, പാലിഡായിരിക്കുന്ന, പൂവർ ഡൈജഷൻ, ദഹനത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കാര്യമായിട്ട് ദഹനം നടക്കുന്നില്ല. വല്ലാതെ വായുകോപം, അത് മേലേക്കും കീഴേക്കും ഉണ്ട്. വല്ലാതെ വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ കരളിൻ്റെ സ്ഥിതിയും വളരെ ക്രമം തെറ്റിക്കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കാലികാർബ് വളരെയധികം ഗുണം ചെയ്യും. Then the kidney, bladder and urethra come in for their share of trouble, which is of a catarrhal nature.
അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത കിഡ്നി, വൃക്കകൾ, മൂത്രസഞ്ചി, മൂത്രാശയം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ കാലികാർബേഷൻ്റെ പ്രശ്നങ്ങളിൽ ഇവയ്ക്കും നല്ലൊരു പങ്കുണ്ട്. അതെല്ലാം ഒരു കാറ്റാറൽ നേച്ചറുള്ളതാണ്. അവിടേക്കുള്ള ശ്ലേഷ്മ സ്ഥലങ്ങളിൽ രോഗബാധയുടെ സാധ്യതയുണ്ട്. ഡിസ്ചാർജ് ഫ്രം ദ ബ്ലാഡർ, അതുകൊണ്ട് തന്നെ മൂത്രസഞ്ചിയിൽ നിന്നും ഡിസ്ചാർജ് വരുന്നു. പ്യുരുലൻ ഡിസ്ചാർജ് ഓഫ് എ തിക് ടെനേഷ്യസ് കോപ്പിയസ് മ്യൂക്കസ് ഡിപ്പോസിറ്റ് ഇൻ ദ യൂറിൻ. അപ്പോൾ ഈ കാറ്റാറൽ നേച്ചറുള്ള കൊണ്ടുകൊണ്ട് ഈ ബ്ലാഡറിലുള്ള ഡിസ്ചാർജ് മൊത്തത്തിൽ ഒരു ഡിപ്പോസിറ്റായിട്ടൊരു അടിഞ്ഞുകൂടലായിട്ട് വരും. എങ്ങനെയാണ്? കട്ടിയുള്ളതാണ്, ഒട്ടുന്നതാണ്, വളരെ അളവിൽ കൂടുതലുള്ളതാണ്. ഇത് മൂത്രമൊഴിക്കുമ്പോൾ വന്നിട്ട് അത് സെഡിമെൻറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഊറും. ഇൻ കീപ്പിംഗ് വിത്ത് ദിസ് ദർ ഈസ് മച്ച് ബേണിംഗ് ഇൻ ദ യുറേത്ര. ഇതുമായിട്ട് ചേർന്ന് കാലികാർബിൻ്റെ പൊതുസ്വഭാവം ബേണിങ്, പൊള്ളൽ, മൂത്രാശയത്തിൽ പൊള്ളൽ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മിക്ടൂറിയേഷൻ, മൂത്രം ഒഴിക്കുന്ന സമയത്തും അതിനുശേഷവും മൂത്രാശയത്തിൽ പൊള്ളുന്ന അനുഭവം. ഇത് കൊട്ടേഷനാണ്. യൂറിൻ ഫ്ലോ സ്ലോലി വിത്ത് സോർനെസ് ആൻഡ് ബേണിംഗ്. മൂത്രം പതുക്കെ ഒഴുകിപ്പോകുന്നു, ഒപ്പം പൊള്ളലും വേദനയുണ്ട്. കാലിക്കാർബ് belongs very close to natremure in many of its old long standing bladder troubles. ഇവിടെയാണ് പ്രധാനപ്പെട്ട, വളരെ വിസ്തരിച്ച് കണ്ട് പറയുന്നുണ്ട് നാട്രമ്യൂറുമായിട്ടുള്ള ഒരു താരതമ്യം. പഴകിയ ദീർഘമായിട്ട് നിലനിൽക്കുന്ന മൂത്രസഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നാട്രമ്യൂറുമായിട്ട് വളരെ ചേർന്ന് വരുന്നൊരു ഔഷധമാണിത്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ പറയുന്നത്, ഇൻവോൾവ് കേസ് ഓഫ് ബ്ലീച്ച് ആൻഡ് ലോങ് സ്റ്റാൻഡിങ് കേസ് ഓഫ് യൂറിനറി ട്രബിൾസ് ദാറ്റ് ഫോളോ ഗൊണേറിയ, ദീസ് ടു റെമഡീസ് ആർ യൂസ്ഫുൾ. ഗൊണേറിയയായിട്ട് ബന്ധപ്പെട്ടുള്ള വാട്ടറി ഡിസ്ചാർജുള്ള ഏറെക്കാലമായിട്ട് നിലനിൽക്കുന്ന ഗൊണേറിയയുമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ട്രബിൾസിൽ ഇത് രണ്ടും ഉപയോഗപ്രദമാകുന്നു. ബോത്ത് സ്യൂട്ടബിൾ ഇൻ ദ സ്കാൻഡി വൈറ്റ് ഗ്ലീറ്റി ഡിസ്ചാർജ് ദാറ്റ് റിമെയിൻസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചികിത്സയൊക്കെ ചെയ്തിട്ടും വീണ്ടും കുറേശ്ശെ വെള്ള നിറത്തിലുള്ള ഒട്ടുന്ന ഡിസ്ചാർജ് നിലനിൽക്കുകയാണെങ്കിൽ രണ്ടിനും പ്രയോഗസാധ്യതയുണ്ട്. കാലികാർബും നാട്രമ്യൂറും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഇൻ ബോത്ത് ദ യൂറിനേഷൻ ഈസ് പെയിൻഫുൾ. രണ്ടിൻ്റെ കാര്യത്തിലും മൂത്രമൊഴിക്കൽ വേദനാജനകമാണ്. പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്നുള്ളതാണ് വിഷയം. ഇൻ നാട്രമ്യൂർ ദ ബേണിംഗ് ഈസ് ആഫ്റ്റർ യൂറിനേഷൻ. നാട്രമ്യൂറിൻ്റെ കാര്യത്തിൽ മൂത്രമൊഴിച്ചതിന് ശേഷമാണ് പൊള്ളൽ. വേർ ദർ ഇസ് സ്കാൻഡി ഗ്ലീറ്റി ഡിസ്ചാർജ് ആൻഡ് ദ ബേണിംഗ് ഈസ് വെരി മാർക്ഡ് ആൻഡ് ഓൺലി ആഫ്റ്റർ യൂറിനേഷൻ. നാട്രമ്യൂറിൻ്റെ കാര്യത്തിൽ കുറച്ചേ ഉള്ളൂ, ഡിസ്ചാർജ് കുറച്ചേ ഉള്ളൂ, ഡിസ്ചാർജ് പൊള്ളുന്നതാണ്, അത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ മൂത്രം ഒഴിച്ചതിന് ശേഷമാണത്. ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് എക്സ്ട്രീംലി നെർവസ് ആൻഡ് ഫിജിറ്റി. രോഗി വല്ലാതെ പരിഭ്രമിച്ച് സംഭ്രാന്തി ഉള്ളൊരവസ്ഥയിലായിരിക്കും നാട്രമ്യൂറിൻ്റെ കാര്യത്തിൽ. ആ ഒരു കാര്യത്തിൽ നാട്രമ്യൂർ സുഖപ്പെടുത്തും. ഇനി ഇഫ് ദ ബേണിംഗ് ഈസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ. നാട്രമ്യൂർ മൂത്രമൊഴിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഇവിടെ മൂത്രമൊഴിക്കുന്ന സമയത്തുമുണ്ട്, അതിന് ശേഷമുണ്ട്. You have the broken down constitution we have described, then the remedy may be കാലികാർബ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഒരു ബ്രോക്കൺ ഡൗൺ കണ്ടീഷനിൽ, അങ്ങനത്തെ രോഗിയിൽ ഗൊണേറിയയൊക്കെ ബാധിച്ച് ഒരുപാട് ചികിത്സകൾ ചെയ്ത്, ഹോമിയോപ്പതി ചികിത്സയിലാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ മാറി, പിന്നീടും ചെറിയ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഒരു കണ്ടീഷനെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്തും മൂത്രം ഒഴിച്ചതിന് ശേഷവും, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ സമയം, അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ സമയത്തും അതിന് ശേഷവുമാണ് ഈ ബേണിംഗ് ഉള്ളതെങ്കിൽ അവിടെ കാലികാർബ് ആയിരിക്കാം. മേ ബി സം ഓഫ് ദീസ് ഓൾ കേസസ് ആർ എൻറ്റയർലി പെയിൻലെസ്, ഹാവിങ് നോ പെയിൻ ഈതർ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ മിക്ടൂറേഷൻ. അപ്പോൾ ഇനി ചില ഇത്തരം പഴകിയ ഗൊണേറിയൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻസിൽ യൂറിനേഷൻ്റെ സമയത്തോ ശേഷമോ ഒന്നും ഒട്ടും വേദനയില്ല, തീരെ വേദനയില്ലാത്ത കണ്ടീഷനും ചില കേസിൽ വരാം. then you get an entirely different class of remedies. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കൂട്ടം, തീർത്തും വ്യത്യസ്തമായൊരു കൂട്ടം ഔഷധങ്ങളാണ് വരുന്നത്. നാട്രമ്യൂറിൻ്റെ കാര്യത്തിലാണെങ്കിലും കാലികാർബിൻ്റെ കാര്യത്തിലാണെങ്കിലും പെയിനുണ്ട്, അത് വ്യത്യസ്തമായ രീതികൾ, ഇല്ലെങ്കിൽ വേറെ മരുന്നുകളാണ്. The old chronic discharge following a gonorrhea are as troublesome for the young doctor as anything that will ever fall into his hands. ഒരു തുടക്കക്കാരനായ ഒരു ഹോമിയോപാത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മറ്റേത് രോഗാവസ്ഥകളെക്കാളും അയാളെ ബുദ്ധിമുട്ടിക്കുന്നത് ഗൊണേറിയയായിട്ട് ബന്ധപ്പെട്ട്, ഗൊണേറിയയ്ക്ക് തുടർന്ന് വരുന്ന
സുസ്ഥിരമായി നിലനിൽക്കുന്ന ഇത്തരം ഡിസ്ചാർജസ് ആണ്. വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ചികിത്സയൊക്കെ കഴിച്ച് ആൻറ്റി കൊറോണറിയൽ ആയിട്ടുള്ള ഔഷധങ്ങളൊക്കെ കൊടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷവും കുറേ ലക്ഷണങ്ങൾ നിലനിൽക്കുന്നു. ആ ഒരവസ്ഥയിൽ കേസ് വീണ്ടും ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം നാട്രമ്യൂറോ കാലിക്കാർബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധങ്ങളോ ലഭിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പഴയ ഔഷധം തന്നെ റിപ്പീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ പരാജയത്തിലേക്കാകാൻ പോകുന്നത്. അതാണ് പറയുന്നത്, പരിചയസമ്പത്തില്ലാത്ത ഒരു യങ് ഹോമിയോപാത്തിനെ സംബന്ധിച്ചോളം അങ്ങേയറ്റം പ്രയാസജനകമായിരിക്കും. പലപ്പോഴും യങ്സ്റ്റേഴ്സിന് പറ്റുന്നൊരു അബദ്ധത്തിലേക്കാണ് കെൻഡിയുടെ വില ചൂടുന്നത്. മാറിയില്ല, കുറേ ലക്ഷങ്ങൾ ബാക്കിയുണ്ട്, അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കാം. റിപ്പീറ്റേഷനിൽ വേണ്ടത് നമ്മൾ മാസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പഠിക്കുക. റിപ്പീറ്റേഷന് മുൻപാണെങ്കിൽ പോലും കേസിനെ വീണ്ടും പഠിക്കുക, പുനരവലോകനം ചെയ്യുക, പുനർപഠനത്തിന് വിധേയമാക്കുക. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മറ്റൊരു ഔഷധത്തിലേക്ക് പോകേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ റെമഡീസ് ആർ ന്യൂമറസ്, ദ സിംറ്റംസ് ആർ സ്കാൻഡി. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം മരുന്നുകളുണ്ട്, പക്ഷെ ലക്ഷണങ്ങൾ കുറവേ ഉള്ളൂ. ആൻഡ് മെനി ടൈംസ് ദ പേഷ്യൻ്റ് ഹാസ് നോട്ട് ബീൻ ലോങ് അണ്ടർ ദ ഡോക്ടേഴ്സ് കെയർ. ഡോക്ടർക്കാണെങ്കിൽ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടീഷൻ മനസ്സിലാക്കാൻ തക്കവണ്ണം ദീർഘസമയം ആ ഒറ്റ ഡോക്ടറുടെ തന്നെ കെയറിൽ ഉണ്ടാവില്ല. അതൊക്കെ ഇന്ന് ഏറ്റവും അധികം നമ്മളെ നേരിടുന്ന ഒരു വിഷയമാണത്. Therefore, he does not know the patient's constitutional stage well. നന്നായിട്ട് പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേജ് ഈ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആൻഡ് ദ പേഷ്യൻ്റ് ക്യാൻ ഓൺലി ടെൽ ഹിം ഓഫ് ദ ഡിസ്ചാർജ്. രോഗിയാണെങ്കിൽ ഈ ഡിസ്ചാർജിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അത് പൊതുവെ എങ്ങനെയാണ്, അയാൾ അപ്പോൾ അലട്ടുന്ന പ്രശ്നം അതേ പറയുള്ളൂ. ഇവിടെ മറ്റൊരു വിഷയം കൂടി ഉണ്ട്, അതൊക്കെ എൻ്റെ പറയുന്നുണ്ട്. നത്തിങ് ബട്ട് ദ ഡിസ്ചാർജ് ഡോക്ടർ കൊട്ടിയിരിക്കുകയാണ്. എനിക്ക് ഡിസ്ചാർജ് മാത്രമല്ല, വേറെ ഒന്നുമില്ല. യു കനോട്ട് ഗെറ്റ് ഹിസ് മൈൻഡ് ഓൺ ഹിസ് സിംറ്റംസ്. അയാളോട് അയാളുടെ ലക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റില്ല. ആ ഗുണറിയൽ പേഷ്യൻ്റെ മെൻ്റൽ കണ്ടീഷൻ കൂടിയാണ് വരുന്നത്. ആ ഗെറ്റ് ഓൺ ഹിസ് മൈൻഡ് എന്ന് വെച്ചാൽ അതിൽ ശ്രദ്ധ ചെലുത്തി ഓർമ്മയുടെ അറയിൽ നിന്നും പഴയ കാര്യങ്ങൾ പുറത്തുകൊണ്ട്, പഴയ കാര്യങ്ങളല്ല ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള ശീലം കൊണ്ട് പതിവായി പോയിട്ടുള്ള കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ തക്കവണ്ണം ഈ ഓൾഡ് ഗുണറിയൽ പേഷ്യൻറ്റിൻ്റെ മനസ്സിനെ ചെലുത്താൻ അയാൾക്ക് പറ്റില്ല. നിങ്ങൾ ശ്രമിച്ചാലും പറ്റില്ല. ഹി ഹാസ് ഫോർഗോട്ടൺ ദാറ്റ് ഹി വേക്സ് അറ്റ് 3 o'clock ഇൻ ദ മോർണിംഗ് ആൻഡ് കനോട്ട് ഗെറ്റ് ടു സ്ലീപ്പ് അണ്ടർ 5 o'clock. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അയാൾ മറന്നുപോയി. അയാളുടെ ദിനചര്യയുടെ ഭാഗമായിപ്പോയി. ഇതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസിൽ നിരന്തരം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനൊക്കെ മറികടക്കാനുള്ള ഒരേ ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ചികഞ്ഞ് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ കാര്യത്തെക്കുറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുമ്പോൾ മെറ്റീരിയ മെഡിക്കയെക്കുറിച്ചും റിപ്പർട്ടറിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വളരെ തറവായിട്ടുള്ള ഒരു അറിവിൽ നിന്നും ധാരണയിൽ നിന്നും മാത്രമേ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് ഉപയോഗപ്രദമായ ലക്ഷണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പഴയതൊക്കെ തന്നെ വീണ്ടും കൊടുത്ത് ആ കേസ് കൈവിട്ടു പോകും. ഹി ഹാസ് ഫോർഗോട്ടൺ ഓൾ ദ നെർവസ് മാനിഫെസ്റ്റേഷൻസ്. തന്നെ നാഡീ സംബന്ധമായ എല്ലാവിധ ലക്ഷണങ്ങളുടെ പ്രകടനങ്ങളെയും ജീവശക്തി നടത്തുന്ന എല്ലാവിധ മാനിഫെസ്റ്റേഷൻസിനെയും അയാൾ മറന്നുപോയി. അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. ദ പേഷ്യൻ്റ് യു ഹാവ് ഹാഡ് അണ്ടർ കൺട്രോൾ whose constitutional state you get before this condition comes, you ought not to have much difficulty. നിങ്ങളുടെ കയ്യിൽ നേരത്തെയുള്ള രോഗിയാണ് ഇയാൾ. ഇതേപോലെ ഇയാളുടെ ഫോർഗട്ട്ഫുൾനെസ് ഇയാളെ ഗ്രസിച്ചു. ഇയാൾക്ക് ഈ പതിവ് ലക്ഷണങ്ങൾ പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇതൊക്കെ പ്രാക്ടീസിൽ വളരെ 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 പ്രധാനപ്പെട്ട വൈറ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒക്കെ എല്ലാം മനസ്സിൽ കരുതി വെക്കുക. നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ അതൊക്കെ ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക. ഇതിനെക്കുറിച്ച് ഇതേപോലുള്ള നിരവധി കാലിക്കാർബിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമൊന്നുമല്ല, പ്രാക്ടീസിനെക്കുറിച്ചും മെഡിക്കൽ ഫിലോസഫിയെക്കുറിച്ചും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട നിരവധി അറിവുകൾ വരുന്നുണ്ട്. അവയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.